ഹൃദയം. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. മുഹമ്മദ് മുസ്തഫ. മഴ പെയ്താൽ തേങ്ങ മുളക്കണ്, അടക്ക മുളക്കണ്, മാങ്ങ മുളക്കണ്, ചക്ക മുളക്കണ്, പയറുവർഗ്ഗങ്ങൾ മുളക്കണ്, ചീര പൊന്തണ്. മാങ്ങ തിന്നപ്പോ മുന്തിരി വേറൊരു കോലം. മഴ ഒരൊറ്റ മഴ പെയ്തപ്പോ എല്ലാം പൊന്തിയില്ലേ? മുന്തിരിയുടെ രുചിയല്ലല്ലോ മാങ്ങയിൽ നിന്ന് അനുഭവിച്ചത്. ഇത് രണ്ടുമല്ലല്ലോ കാഞ്ഞിരക്കായി തിന്നപ്പോൾ ഉണ്ടായ അനുഭവം. ഇതല്ലല്ലോ നാളികേരത്തിൽ നിന്ന് നമുക്ക് കിട്ടിയത്. ഇതല്ലല്ലോ അടക്ക നമുക്ക് നൽകിയത്. വ്യത്യസ്ത രുചിയല്ലേ? എല്ലാറ്റിന്റെയും പിന്നിൽ ആകാശത്തിൽ നിന്ന് വർഷിച്ച മഴയല്ലേ? മഴ ഒന്നാണ് വർഷിച്ചത്, വെള്ളമാണ് താഴോട്ടിറങ്ങിയത്. പൊന്തിയതിന്റെ പിന്നിൽ വെള്ളമാണ്. വെള്ളം വന്നപ്പോഴാ ഇതെല്ലാം പൊന്തിയത്. പക്ഷേ അത് കാരണം നമ്മുടെ കരങ്ങളിൽ വന്നത് നാം രുചിച്ചു നോക്കിയപ്പോ ഓരോന്നിനും വലിയ മാറ്റമുണ്ട് കേട്ടോ. വേറെ വേറെ വ്യത്യസ്ത രുചികൾക്ക് പിന്നിൽ ഒരു വെള്ളത്തിന് പ്രവർത്തിക്കാമെങ്കിൽ, വ്യത്യസ്ത അത്ഭുതങ്ങൾക്ക് പിന്നിൽ കരണ്ടിന് പ്രവർത്തിക്കാമെങ്കിൽ, വ്യത്യസ്ത സ്വഭാവങ്ങൾക്ക് പിന്നിൽ ഹൃദയത്തിന് പ്രവർത്തിക്കാമെങ്കിൽ, ആകാശഭൂമിയും സൂര്യചന്ദ്ര നക്ഷത്രാദിഗോളങ്ങളെ നിയന്ത്രിക്കുന്ന റബ്ബ് ഒന്നാണ്, ഒരുവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് വിശ്വാസമാണ്. ഇത് ഹൃദയത്തിൽ ഉറക്കണം, ഇത് ഖൽബിൽ ഉറക്കണം. അല്ലാഹ് ഞങ്ങളെ ഖൽബിൽ വിശ്വാസം ഉറപ്പിക്കണേ. അല്ലാഹു ഉറപ്പിച്ചു തരട്ടെ, അല്ലാഹു ഉറപ്പിച്ചു തരട്ടെ. ഇത് വലുതാ, ചിന്തിക്കണം. അല്ലാഹു നമുക്ക് ബുദ്ധി ഓർമ്മയൊക്കെ ഏറ്റിത്തരട്ടെ. നമുക്ക് ഈ ആകാശം പടച്ചു തന്നത് എന്തിനാ? ഇതൊക്കെ എന്തിനാ? അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഒട്ടകത്തിനെ നോക്കിയാൽ തെത്താപ്പതിന്റെ ഒരു കഥ. വല്ലാത്തൊരു സംഭവല്ലേ? ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ രണ്ടട്ടം നോക്കിയാൽ ചോദിക്കും എന്തിനാ നോക്കണേ ചോദിക്കൂലേ? നേരത്തെ നോക്കി പിന്നെ നോക്കി എന്താ പൊന്നാര മോനെ വെറുതെ നോക്കിയാ വെറുതെ തന്നെ നോക്കല്, വേറെ നോക്കാല്ലേ? അപ്പൊ നിങ്ങളൊരു പണി വല്ല ഒട്ടകത്തെ നോക്കിക്കോളി, ഒരു ടെൻഷനും ഇല്ല, ചൂടാവില്ല, ഇല്ല, ഒരു പ്രശ്നമില്ല. അവളെ നോക്കിയിട്ടല്ലേ പ്രശ്നം. ജന്നെ തന്നെ നോക്കിക്കളാ, ടെൻഷനില്ല. നീ നിന്നിലേക്ക് തിരിഞ്ഞു നോക്കൂ. നിന്നിലേക്ക് നിനക്ക് തിരിഞ്ഞു നോക്കാനുള്ള മാധ്യമങ്ങളാണ് ഇതെല്ലാം. പർവ്വതത്തിന്റെ മുകളിൽ എന്തൊരു അത്ഭുതമാണിത്. ടെൻഷൻ അടിക്കേണ്ട, ചൂടാവൂല. കടപ്പുറത്ത് പോയിരുന്നോളി, തിരമാലങ്ങനെ അടിക്കുമ്പോ നോക്കിയിരുന്നോളി, ടെൻഷൻ ഇല്ല. ആകാശം കൊള്ള നോക്കൂ. ആകാശത്തിലേക്ക് നോക്കൂ. എന്തൊരു അത്ഭുത! ഭയങ്കര ഹരല്ലേ ഇത്? ഇത് ഭയങ്കര രുചിയല്ലേ? ആണ്. വിശുദ്ധ ഖുർആൻ ഇതനുഭവിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നോക്കണം, ചിന്തിക്കണം. ഇത് ചിന്തിക്കണം. അല്ലാഹു ചിന്ത തരട്ടെ. ചന്തമുള്ളത് ചിന്തക്ക്, അത് ചന്തയിലുണ്ടോ ചിന്തിക്ക്. എവിടെ പോയാലും കിട്ടൂല. നല്ല ചന്തം അതിനുണ്ട്, പൈസ കൊടുത്താൽ കിട്ടൂല. അള്ളാഹു നല്ല ബുദ്ധി തരട്ടെ, അള്ളാഹു നല്ല ബുദ്ധി തരട്ടെ. നമ്മക്ക് അതും ഇതൊക്കെ അടിച്ചാ പൊളിയാ, കഴിഞ്ഞ് അതടിച്ചാ പൊളി, സെറ്റപ്പെട്ട മുപ്പരടിച്ചാ പൊളിട്ട, സെറ്റപ്പെട്ട, കഴിഞ്ഞ് നാളെ മരിക്കും. ഇതിനൊന്നും അല്ല നമ്മെ പഠിച്ചത്. ഇതിനാണോ നിന്നെ പഠിച്ചതെന്ന് തങ്ങളോട് ആ പെരുന്നാളിന് ഓടിയപ്പോൾ പശു തിരിഞ്ഞു നിന്ന് ചോദിച്ചില്ലേ, ഇതിനാ പഠിച്ചത്? അല്ല. അത്ഭുതമെന്ന് പറയട്ടെ, മഹാനവറുകൾ പഠനത്തിന് ഒരുങ്ങി. എന്തിനാ പഠിച്ചത്? എന്തിനാ എന്നെ സൃഷ്ടിക്കപ്പെട്ടത്? എന്താ ഞാൻ അറിയേണ്ടത്? എങ്ങോട്ടാ ഞാൻ ഓടേണ്ടത്? എന്തിനെയാ ഞാൻ പരിചയപ്പെടേണ്ടത്? പഠനം തുടങ്ങിയില്ലേ? ആ യാത്ര വലിയ യാത്രയാ. ഗൗസുല്ല നിങ്ങൾ മാസമല്ലേ?
വലിയ യാത്ര പഠനത്തിനു വേണ്ടി നടത്തി. ആർക്കാ പഠിക്കാൻ പൂതി? ആർക്കാ കേൾക്കാൻ പൂതി? ആർക്കാന്ന് മര്യാദക്ക് ചൊല്ലാൻ പൂതി? ഇല്ല. മൊബൈൽ നമ്പർ ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോ നമ്മൾ 999961 എന്തെന്ത് 61 എന്താണ് 6199 നേരത്തെ നീ പറഞ്ഞല്ലേ? ഒന്നും കൂടി ഉണ്ടടാ. 9977 എന്റെ നമ്പറാണ്. ധൈര്യമായിട്ട് പറയല്ലേ. 77 ഇനി 88. എന്താണ് മനസ്സിലാകാതെ എഴുതൂല. കാരണം വിളിച്ചാ കിട്ടൂല. മനസ്സിലാകാതെ എഴുതില്ല. അതേ സമയത്ത് ഞാൻ നിങ്ങളോട് പറയാണ്, എന്നും 3000 വട്ടങ്ങൾ ചൊല്ലിക്കോളി. എന്താ ചെല്ലേണ്ട ഉസ്താദെ? ഞാൻ ദിക്ർ അങ്ങനെ തുടങ്ങി, നിങ്ങൾ ഉറക്കം അങ്ങനെ തുടങ്ങി, നിങ്ങൾക്ക് നല്ല ഹരം. ഉസ്താദ് കുറച്ചേരം ഏതായാലും അത് പറഞ്ഞു തീരുവോളും. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിളിക്കണം കേട്ടാ. കണ്ട അത് എഴുതാൻ ഒരു ടെൻഷനും ഇല്ലാതെ എഴുതിയിട്ട് തെറ്റിയില്ലേ ഒരു പ്രശ്നമില്ല. നമ്മളൊക്കെ ചെല്ലലെങ്ങനെ? ഇപ്പൊ സുബ്ഹാനല്ലാഹ് ചെല്ലാണ്. എന്താണത്? സുബേ ഒരാളെ പേരുമല്ല, എന്തെങ്കിലും ഒരു യോജിപ്പ് വേണ്ടേ? നിങ്ങള് പലരും ചിരിക്കുമ്പോ തോന്നുന്നത് പലർക്കും. ഞാൻ ഏതായാലും അങ്ങനെയല്ല ചെല്ലുകയാണ്. എന്താണത്? അൽഹംദുലില്ലാ ചെല്ലുകയാണ്. ശബ്ദം കേൾക്കുന്ന സ്ത്രീകളും ചെല്ലുക, ആണുങ്ങളൊക്കെ ചെല്ലുക. നമ്മളൊരു 10 വട്ടം ചെല്ലിയൊക്കെ. 10 വട്ടം എല്ലാം ചെല്ലരുത്. നമ്മൾ നിസ്കാരത്തിന് ശേഷം ചെല്ലണം, ചെല്ലലെന്നെ ചെല്ലണം. ഇപ്പൊ ഒരു സൂപ്പിയാണ്ട, പണ്ടത്തെ ചെല്ലല് മതി. അൽഹംദുലില്ലാ അബ്ദുക്കാനെ വിളിക്കണ മാതിരിയാ. നിലയ്ക്ക് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ശരിയാണോ? സ്വന്തം ചെയ്ത് വെക്കാണ്. മെല്ലെ തലക്കുമ്പോട്ടിട്ട് പടച്ചോന്. നിങ്ങൾ ചെല്ലുമ്പോ ഞാൻ മൈക്ക് അവിടെ കൊണ്ടുവച്ചാൽ ആകെ പറയിപ്പിക്കും. ഞാൻ വെറുതെ പറഞ്ഞല്ല. നിങ്ങൾ ദിക്റിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉസ്താദ് എന്താണ് നിനക്ക് എന്ത് പറ്റി? ഉസ്താദ് ദിക്റില്ല. ഉസ്താദല്ല, എന്താ ചെല്ലണ? ഉസ്താദല്ല. പിന്നെന്താ? ഉസ്താദ് മൗലായ ചെല്ലാണ്. മൗലായ ആലോചിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ പറഞ്ഞു. ഇന്റേത് ഞാൻ ഇപ്പോഴും പറയലുണ്ട്, ക്ലിപ്പ് എടുക്കരുത്. ഒന്നും ഉണ്ടായിട്ടല്ല, ചിലത് മനസ്സിലാക്കണ്ടേ, അതങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണ്ടേ. അത് പറഞ്ഞു കൊടുക്കണ സമയത്ത് എന്താ ഉസ്താദ് അങ്ങനെയാണ് ക്ലിപ്പ് എടുത്തിട്ട് അത് മാത്രം കഷ്ണം മുറിക്കണ കൗമല്ലേ, ഇത് മനസ്സിലാക്കാൻ പറയാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനല്ലേ നമുക്ക് മൊബൈൽ നമ്പർ വേണം. അത് നമ്മൾ ഒന്ന് പോയാ പേച്ചാ നമ്മൾ 58 എന്താണിത്? 88 8858 പറ. ഓ നിങ്ങൾ 88 അത് ശരിക്ക് വ്യക്താക്കണം നമ്മൾ. 88 നിങ്ങൾ ഇഷ്കാലായപ്പോ പിന്നാലെ വണ്ടി എടുത്ത് പോവുകയാണ്. തെഹ്ഖീഖാക്കാതെ വിടൂല. ഞാൻ ഈ ആക്രമയിലേക്ക് കിടക്കുകയാണല്ലോ, ലാസ്റ്റ് വരിയല്ലേ. ഒരൊറ്റ വാക്ക് ഇത് സൂചിപ്പിക്കുന്നത്, ഞാനടക്കം നമ്മൾ ഒന്ന് ഉണരാനാ. അല്ലാഹു നമുക്ക് ഉണർവ് തരട്ടെ. മൊബൈൽ സേവ് ചെയ്യുന്നിടത്തും മെസ്സേജ് അയക്കുമ്പോഴും ഐഡിയ തുറക്കുമ്പോഴൊക്കെ നമുക്കുണ്ട ഒരു ശ്രദ്ധ. പാസ്വേഡ് മാറി ലാപ്ടോപ്പൊക്കെ വെച്ചിരിക്കുമ്പോ മാറിയ കുറച്ചോനെ മാറി. തുറക്കൂലെന്നറിയാ. തുറക്കോ? അടിച്ചു വിടൂലേ? തുറക്കൂലേ? ശ്രദ്ധിക്കും. എന്നാൽ ചില സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ശ്രദ്ധ ഉണ്ടാകേണ്ട ഇടങ്ങളിൽ നാം ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹൃദയം ഉണർന്നിരിക്കും. ഒരു 3 സുബ്ഹാനല്ലാഹ് പോട്ടെ, ഒരു 10 എണ്ണം നമ്മൾ ഒരുമിച്ചല്ലേ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ലിൽഖൽഖി കുല്ലിഹി മൗലായ സലിം ദാഹിമൻ അബദ
ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. ആ ബേക്കിലുള്ളവരൊന്ന് മുന്നിക്കിരുന്നോളി, നമ്മൾ അവസാനിപ്പിക്കല്ലേ. മുന്നിക്ക് പോരി, സാരല്ല, മെല്ലക്ക് പോരി. നല്ല നല്ല സദസ്സല്ലേ. കളിയും ഗാനമേളൊക്കെ ആണെങ്കിൽ ഫ്രണ്ടിൽ ഫുള്ള് ചെക്കന്മാര് നിന്നിട്ട് നല്ല ഹിന്ദി ഹിറ്റ് പാട്ടടിക്കണം. ആ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിട്ട് തുള്ളാൻ നമ്മളെ യുവാക്കൾ റെഡിയാ. ഇതൊന്നും ഒരു രസമില്ല, സാരല്ല, കുറച്ച് കഴിയുമ്പോ മനസ്സിലായിക്കോളും. അള്ളാഹു അതിന് മുമ്പ് മനസ്സിലാക്കി തരട്ടെ, നന്നാക്കി തരട്ടെ. ഇന്നലെ ജീവിതത്തിൽ ഇന്നിതാ പള്ളിക്കാട്ടിൽ, നാളെ മഹ്ശറയിൽ നാഥന്റെ ജയിലറയിൽ. ശ്രദ്ധിക്കണം, അല്ലാതെ മനസ്സിലാവില്ല. ശ്രദ്ധിക്കാതെ ഒന്നും മനസ്സിലാവില്ല, ഒന്നും മനസ്സിലാവില്ല. അള്ളാഹു ശ്രദ്ധ തരട്ടെ. ഞാൻ വെറുതെ പറയുന്നതല്ല. ഒന്ന് വരികൾക്ക് ശ്രദ്ധിക്കാലോ, നമുക്കൊന്ന് ലയിക്കാലോ, നമുക്കൊന്ന് സ്നേഹിക്കാലോ. നമുക്ക് എന്തുകൊണ്ട് ആസ്വദിച്ചുകൂടാ? നമുക്ക് കിട്ടിയ ഇത്രയും വലിയ ലാഭം ലോകത്ത് മറ്റാർക്കാ കിട്ടിയത്? ഇത്ര വലിയവളെ കെട്ടിയിട്ട് പിന്നെന്താ തിരിഞ്ഞു നോക്കാത്തത്? ഇത്ര ഭംഗിയുള്ളവളെ നമ്മുടെ കൂടെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല? ഇനി അതിലും വലിയ ഒരു ഭംഗിയുള്ള ലോകം നമുക്ക് വേറെ ഇല്ല. കിട്ടാൻ അല്ലാഹു പടച്ചിട്ടില്ല, പടക്കുകയുമില്ല. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഭംഗി അല്ലാഹു കൊടുത്ത നേതാവ് നമ്മുടെ നേതാവല്ലേ. നമ്മുടെ നബിയത് ആരാണ്? മുത്ത് മുഹമ്മദ് നബിയാണ്. ചെറുപ്പത്തിൽ അല്ലാഹു നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ ഖൽബിൽ അല്ലാഹു ഉറപ്പിച്ചു തരട്ടെ, അല്ലാഹു ഉറപ്പിച്ചു തരട്ടെ. നമുക്ക് ആസ്വദിക്കാലോ. ഹരം ഭയങ്കര നമുക്ക് നന്നാവാൻ നല്ലത് ആഖിറത്തെ കുറിച്ച് ഓർക്കലും മരണത്തെ കുറിച്ച് ഓർക്കലും പെട്ടെന്ന് റെഡിയാവും. ഇപ്പൊ ഇവിടെ കുലുങ്ങാണെന്ന് കേട്ടാ ഇപ്പൊ നമ്മൾ മൊത്തം കുലുങ്ങും. ഇവിടെ കുലുങ്ങാണെന്ന് കേട്ടാൽ ഇടമുട്ടത്തുനിന്ന് ഒരു കോള് വരട്ടെ, ഇവിടെയൊക്കെ കുലുക്കം തുടങ്ങി. ബസ്സൊക്കെ ഇളകുണ്ട്, കടകളൊക്കെ അടിയിക്ക് പോകുന്നുണ്ടടാ. ഫോൺ പിന്നെ ശബ്ദം കേൾക്കണില്ല. ഞമ്മക്ക് ശബ്ദം കേൾക്കും വേണ്ട. നമ്മൾ ഇവിടെ നിന്ന് ഒരു ഒച്ചയാണ്. എന്താണ് വിഷയം? എന്താണ് കുലുങ്ങാണല്ലോ? കുലുങ്ങാണെങ്കിൽ എവിടേക്കാച്ച് മണ്ണേ? അവിടെ കുലുങ്ങാണെങ്കിലോ ഇവിടെ നിന്നോ? എപ്പോഴാ കുലുങ്ങ? ഒരു പണി കുലുങ്ങാതിരിക്കാൻ ഒരു പണി ചെയ്യും. എന്താ കണ്ട ദിക്റിയല്ലാണല്ലോ പൂതി. വേഗം പറയുസ്താദേ, എന്താ ചെല്ലണ്ടെന്ന് പറയും. കുലുങ്ങും. അവസാനം ഉസ്താനെ കേറിയടിക്കും. പറഞ്ഞില്ലെങ്കിൽ ദിക്റ് കൊടുത്തില്ലെങ്കിൽ കേറിയടിക്കും. പറയാ ഉണ്ട്. നമ്മക്ക് വല്ലതും പറ്റുമോ? ഇഖ്ലാസ് ഉടനെ വരും. കൊയങ്ങട്ടെ, ഏത് മുതലാളിയും വരും. ഉസ്താദേ, കടന്റെ കാര്യം പോകയാണ്, വേർക്കണം. ഇന്നലെ കണ്ടിട്ട് തിരിയാത്ത മനുഷ്യൻ റൂമിൽ പൊട്ടിക്കരയല്ലേ, ഒറ്റ പോക്കാണ്. ഇഖ്ലാസ് അത് അല്ലാഹുവിന്റെ പണിയാ. അപകടവും രോഗവും ഒക്കെ അള്ളാഹു അതിന് സ്നേഹത്തിൽ തരുന്നതാ. അള്ളാഹുവേ, ഞങ്ങൾക്കതൊന്നും തരരുത് അല്ലാ. മാറാ രോഗം തരല്ലേ അല്ലാ, അപകടം തരല്ലേ അല്ലാ, കാക്കണേ അല്ലാ. ചെമ്മാട് നമ്മുടെ ഒരു കൂട്ടുകാരൻ, ചെറുപ്പക്കാരൻ, പള്ളിയിലൊക്കെ വന്ന് എപ്പോഴും ദ്വാരക്കാൻ കണ്ട് സംസാരിക്കുന്ന ചെറുപ്പക്കാരൻ, അയ്യൂബ് എന്ന് പേര്. അള്ളാഹു ഷിഫ നൽകട്ടെ. പെട്ടെന്ന് എവിടെ ഒരു യാത്രക്ക് വേണ്ടി പോകാമെന്ന നിലക്ക് ചെക്കന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓടി വീട്ടിലേക്ക് പോയി. വീട്ടിൽ നിന്ന് ബാത്റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി കുളി തുടങ്ങി. കുളിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു വേദന തോന്നി. കുളി പൂർത്തിയാക്കാതെ പുറത്തുപോയി. ഇവിടെ ഒരു വേദന തോന്നുന്നുണ്ട് നെഞ്ചത്ത്. പെട്ടെന്ന് അടുത്ത ഹോസ്പിറ്റലിൽ പോയി. ഉടനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി, മിംസിലേക്ക് പോയി. ഇപ്പൊ പറയുന്നത് ബ്ലോക്കാണ്. 2 കിഡ്നിയും വർക്ക് ചെയ്യുന്നില്ല. 15% ആകെ 2 കൂടി വർക്കുള്ളൂ. കരള് ചുങ്ങിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഒരു പ്രതീക്ഷയില്ല.
ഡോക്ടറൊക്കെ കൈമലർത്തിയ ഒരു സാഹചര്യമാണ്. അല്ലാഹു ശിഫ നൽകട്ടെ, അല്ലാഹു ശിഫ നൽകട്ടെ, അല്ലാഹു ശിഫ നൽകട്ടെ. പടച്ച റബ്ബ് അത്തരം ഒരു പരീക്ഷണത്തിലും നമ്മളെ ആരെയും കൊടുക്കാതിരിക്കട്ടെ. എല്ലാവരും മുന്നിക്കിരുന്നോളി, എല്ലാവരും ശ്രദ്ധയോടെ ഒരു 2 മിനിറ്റ് നോക്കിയാണ്. ഇന്നലെ ഇവിടെ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ അയ്യൂബ് എന്ന് പറയുന്ന കൂട്ടുകാരൻ ഇന്ന് വളരെ വിഷമത്തിലാണ്. അല്ലാഹു ശിഫ നൽകട്ടെ. ഞാൻ അവനോട് ഏറ്റതാണ്, മോനെ ഞാൻ സദസ്സിൽ ദ്വാർക്കും, അല്ലാഹു ശിഫ നൽകട്ടെ, അല്ലാഹു ശിഫ നൽകട്ടെ, അല്ലാഹു ശിഫ നൽകട്ടെ. അതുപോലെ നമ്മളെ ഈ സദസ്സിലുള്ളതിലൊക്കെ വലിയ വലിയ രോഗങ്ങൾ, പീഡിക്കപ്പെടുന്ന രോഗങ്ങളായിട്ട് ബന്ധമുള്ള കുടുംബത്തിലും മറ്റുമൊക്കെ ഉള്ളവരുണ്ട്. അല്ലാഹു ശിഫയാക്കി തരട്ടെ, പടച്ച റബ്ബ് ശിഫയാക്കട്ടെ, അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മളൊരു വിഷമത്തിലും അല്ലാഹു പെടുത്താതിരിക്കട്ടെ. പെടുത്തുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു നല്ല ഓർമ്മവും ബോധമൊക്കെ തരട്ടെ. ഈ ദുനിയാവിനോട് നമ്മൾ ഖൽബിൽ ഒരു അകൽച്ച വരുമ്പോഴാണ് നമ്മൾ നന്നാവുള്ളൂ. ഉറപ്പാ. ഈ ഭൂമിയോടും ഈ പ്രൗഢിയോടും നമ്മളെ ഖൽബ് അകലുമ്പോഴാണ് നമ്മൾ നന്നാവുക. അതാണ് ഈ നെഞ്ചത്ത് വേദന. അല്ലാഹു കാക്കട്ടെ. അപ്പോഴാണ് അവസാനിക്കാനായോ ഡോക്ടറെ, ഇനി എത്ര ദിവസം ഉണ്ടാവും, ഇനി എപ്പോഴാ? കുഴപ്പമില്ല, പോയാലും 3-4 ദിവസം കൂടി പോകും. പ്രശ്നമാവില്ലേ? 3-4 ദിവസം കൂടി പോകുന്ന പറഞ്ഞാൽ പിന്നെ മുന്തിരി ജ്യൂസ് കൊണ്ടുവന്നാ നമ്മൾ കുടിക്കുവോ? നമ്മൾ വണ്ടി കയറി ടൂറ് തുടങ്ങി, വണ്ടിയിൽ അടിച്ച് പൊളിയാണ്, സെറ്റപ്പാണ്, പാട്ടും കൊട്ടും നടക്കുക. ഡോറ് ഫുള്ള് അങ്ങോട്ട് ക്ലോസ് ചെയ്ത് ഡ്രൈവർ പറഞ്ഞ് എനിക്ക് സുഖമില്ല. ഡ്രൈവർക്ക് എങ്ങനെയുണ്ട് പറഞ്ഞു പിടിച്ച് റെഡിയാക്കിയപ്പോ ഓൻ പറയാണ് ഈ വണ്ടി എന്തായാലും ഈ കൊക്കിടും. വയനാട് ചുരത്തുമ്പോൾ എത്തിയതും വെച്ചോളി, കൊരങ്ങന്മാരെ കണ്ടിങ്ങനെ കളിക്കുമ്പോഴാണ് ഇവന്റെ ഹാല് മാറിയത്. ബ്രേക്ക് പോയി എന്ന് തോന്നുന്നുണ്ട്, എന്തൊക്കെയോ പറയണം, ഇവന്റെ ലെവല് പോയിക്കണേ. കൂട്ടത്തിൽ ഒരൊറ്റ കുട്ടിക്ക് ഡ്രൈവിംഗ് അറിയില്ല. അപ്പോഴാ ഒരാള് കടല് നിന്നടാ ഓന്റെ കൊടല് ഒരു രസമില്ല. ആ മാങ്ങാട്ടിക്ക, ഏത് മാങ്ങാട്ടിക്ക, എന്തൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ മാങ്ങക്ക് ടേസ്റ്റ് ഇല്ലേ? അപ്പോഴാ ഞാനായത്. അതുവരെ ഞാനൊക്കെ മറന്നിരിക്കല്ലേ, നമുക്കൊരു ലെവലും ഇല്ലല്ലോ. അടിച്ച് പൊളിക്കല്ലേ, ആടിത്തൊലക്കല്ലേ. ഇത് അസ്തമിക്കും. നീയും ഒരു നാൾ മരിക്കും, നിന്നെയും ഖബറിലടക്കും. നീയും ഒരു നാൾ മരിക്കും, നിന്നെയും ഖബറിലടക്കും. ഉറപ്പാണ്. നമ്മൾ ഖൽബിൽ അതുണ്ടാകണം. ആദ്യം അതുണ്ടായാൽ വലിയ ഹരങ്ങളൊന്നും നമുക്ക് കിട്ടൂല. അതാ ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇപ്പോ വണ്ടി ലെവല് വിട്ടു എന്ന് കേട്ട ശേഷം ജ്യൂസ് കുടിക്കാൻ നിനക്ക് മനസ്സ് വരുന്നുണ്ടോ? സിനിമ ഇട്ടാൽ കാണാൻ തോന്നുന്നുണ്ടോ? ഡാൻസ് കളിക്കാൻ, പാട്ടുപാടാൻ നിനക്ക് ഹൃദയം അനുവദിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല. ജ്യൂസ് എവിടെ വെച്ചു? കടലയൊക്കെ വാരി പുറത്ത് വലിച്ചെറിഞ്ഞു. എല്ലാ ടേപ്പും ഓഫാക്കി, എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹ് 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 അല്ലാഹ്. അപ്പൊ തമാശക്ക് ചിരി വരുന്നില്ല, വിറ്റടിക്കുന്നത് കേൾക്കാൻ മനസ്സില്ല. അസ്തമിക്കുന്നു, എന്റെ ജീവിതം ഇതാ അവസാനിക്കുന്നു. ഇത് കഴിഞ്ഞല്ലോ റബ്ബേ, അസ്തമിക്കുകയാണല്ലോ അല്ലാഹ്. അത് ഹൃദയത്തിൽ തോന്നുമ്പോഴാ നന്നാകുന്നത്. അവസാന സമയത്താ നമുക്ക് മാറ്റം വരുന്നത്. കാര്യമില്ല. റൂഹ് ആ തൊണ്ടക്കുഴിയിലെത്തുന്ന സമയത്ത് കരഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ മുമ്പ് തൗബ തരണേ അല്ലാഹ്, തൗബ തരണേ അല്ലാഹ്, തൗബ തരണേ അല്ലാഹ്, നന്നാക്കണേ അല്ലാഹ്, നിസ്കരിക്കണം അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു അതിന് മുമ്പ് നമ്മളെ നന്നാക്കി തരട്ടെ, അതിന് മുമ്പ് അല്ലാഹു നന്നാക്കി തരട്ടെ. അഥവാ ഇപ്പോ
ഇനി എപ്പോഴാ മറ്റേതെന്ന് പറയാൻ പറ്റൂല, എപ്പോഴാന്നറിയില്ല. ഇപ്പോ ഒന്ന് ഉണരുക. അള്ളാഹു നന്നാക്കട്ടെ, അള്ളാഹു നന്നാക്കട്ടെ. ചിന്തയൊക്കെ ഈ ലോകത്തേക്ക് തിരിക്കുക, ഈ ലോകത്തെ കുറിച്ച് പഠിക്കുക, അറിയുക, ലയിക്കുക, ആസ്വദിക്കുക. അടിപൊളിയാ, അടിപൊളിയാ. ഞാൻ വെറുതെ പറയല്ല. അള്ളാഹു നമ്മക്ക് എനിക്കടക്കം ആസ്വദിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അവർ പറഞ്ഞത് ഞാൻ ഏറ്റു പറയുകയാണ്, അടിപൊളിയാണ്. ഇതിനെ മറികടക്കുന്ന ഒരു സുഖവും ഈ ലോകത്തില്ല. ഇത് ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മൾ. സുഖം ഉണ്ടായ മതിയല്ലോ മോനെ, എനിക്ക് മതി, സുഖം മതി നിനക്ക്. അത് അവളിലാണെങ്കിൽ നീ അവിടെയാണ്, ഇവിടെയാണെങ്കിൽ നീ ഇവിടെയാണ്. സുഖം ഗ്രൗണ്ടിലാണെങ്കിൽ നീ ഗ്രൗണ്ടിലാണ്, റൂമിലാണെങ്കിൽ നീ റൂമിലാണ്. സുഖം അങ്ങാടിയിലാണെങ്കിൽ നീ അങ്ങാടിയിലാണ്. സുഖം അതിനുവേണ്ടി എന്തിനും നീ തയ്യാറാണ്. നിനക്കത് മതി എങ്കിൽ ഇന്നുവരെ നമുക്ക് ആസ്വദിക്കാൻ കഴിയാത്ത സുഖം, ലോകത്തെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ജഗന്തിയന്താവിനോട് നമ്മുടെ ഹൃദയത്തെ കണക്ട് ചെയ്യുക. ലോകത്തിന്റെ പ്രഭ മുഹമ്മദ് മുസ്തഫ നമ്മുടെ ഖൽബ് ബന്ധിപ്പിക്കുക, ആസ്വദിക്കുക. നമ്മുടെ കുടുംബവും ഒക്കെ റാഹത്താവും. നമ്മൾക്ക്, നമ്മളെ ഭാര്യ മക്കൾക്ക്, നമ്മളെ ബന്ധങ്ങൾക്കൊക്കെ അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മളെ ദർസ് ഖബൂൽ ചെയ്യട്ടെ. ഇൽമ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ ബന്ധപ്പെട്ട മേഖലയിലൊക്കെ അള്ളാഹു വലിയ ഫതഹ് തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മളെ ഖൽബ് ഈ പ്രൗഢിയിലും ഇതിലൊന്നും ലയിച്ച് നശിച്ചു പോകാതെ ഇതിന്റെ നിയന്ത്രിക്കുന്ന ഇതിനെ പടച്ച റബ്ബുമായി ബന്ധപ്പെട്ട് ഈ ലോകത്തെ പടക്കാൻ കാരണക്കാരനായ മുത്തുനബിയിൽ ലയിച്ച് ജീവിച്ച് ആസ്വദിച്ചു മരിക്കാൻ, നാളെ അള്ളാഹുവിനെ കാണാൻ അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. അള്ളാഹു നല്ല ഭാഗ്യങ്ങൾ നമുക്ക് ഏറ്റിത്തരട്ടെ. ആമീൻ. രണ്ടുപേരും എല്ലാവരും ഇന്നലെ ചിന്തിക്കണം. ഞാൻ ചിന്തിച്ചു പാടുക. ഇന്നലെ ജീവിതത്തിൽ ഇന്നിതാ പള്ളിക്കാട്ടിൽ, നാളെ മഹേശ്വരയിൽ നാഥന്റെ ജയിലറയിൽ. ഇന്നലെ ജീവിതത്തിൽ ഇന്നിതാ പള്ളിക്കാട്ടിൽ, നാളെ മഹേശ്വരയിൽ നാഥന്റെ ജയിലറയിൽ. ഞങ്ങളെ കാക്കണേ അല്ലാ. മഹ്ശറാവൻ സഭയിൽ ഞങ്ങൾ എത്തുമല്ലോ അല്ലാ. ഹൗദുൽ കൗസർ തരണേ അല്ലാ. അർശിന്റെ തണല് സാധുക്കളായ ഞങ്ങൾക്ക് തരണേ അല്ലാ. അത്തരം ഉഖ്റവിയായ ചിന്തകൾ ഈ ഭൂമിയിൽ വെച്ച് ഞങ്ങൾ കേറ്റിത്തരണേ അല്ലാ. മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഞങ്ങൾ കേറ്റിത്തരണേ അല്ലാ. ഞങ്ങളെ നന്നാക്കണേ അല്ലാ. തിരുശഫാഅത്ത് കൊണ്ട് ഞങ്ങളെ റാഹത്തിലാക്കണേ അല്ലാ. സന്തോഷിപ്പിക്കണേ അല്ലാ. അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവരും മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക الخلق كلهم مولاي صل وسلم دائما ابدا على حبيبك الخلق كلهم. بمن أستقيل به ذنوب بالشعر والخدم. مولاي صل وسلم
خلدني ما تخشى عواقبه كأنني بهما هدي من النعيم أطرت الغي صيبا في الحالتين وما حصلت إلا على العذاب والندم فهي خسارة نفس في تجارتها لم تشتري دنيا ولم تسفي ومن يبيع آجلا منه بعدله يبيع الغبن فيه بيع وفي سلام إن أعطي ذنبا فما أهدي بمتقوي من النبي ولا حبلي بمصوري إن أعطي ذنبا فما عهدي بمتقوي من النبي ولا حبلي بمصوري فإن لي ذمة منه بقسمي فإن لي ذمة منه بقسمي محمد وهو فالخلق بذي مولاي سلم دائما أبدا على حبيبك خير الخلق كلهم لم يكن في مرادي آخذا بيدي فلو يا زلة القلب حشاو عينيما عجيب مكاريما أو يرجع الدار فيه غير محترمي مولاي وسلم دائما أبدا على حبيبك خير الخلق كلهم ألزمت كريما دائعه ولخلاصي خير ملتزم وإليه قلت الغنى منه يجتربا إن الحياة
കൊതിയാലെ കരയുന്ന കൽബകം കാണാത്തതെന്താണ് പൂത്തിങ്കളെ വിരിയുന്നു വിരിയുന്നു കൊഴിയുന്നു കാലമാം പൂന്തോപ്പു വിരിയാതെ കൊഴിയാതെ ഞാൻ മേഘനാ എന്തൊരിയാടും ഞാൻ എന്നിനി കാണും ഞാൻ എന്നാശ തീർക്കൻ്റെ പൊന്നൊളിവേ എൻ നെഞ്ചിലെ കിനാവേ എൻ മോഹമേ നിലാവേ എന്നാശയാം ഹബീബേ ഏഴാലമിൻ്റെ നൂറേ വശകൗതു ഇലൈഹി ദുനൂബി ഫസ്തഗ്ഫറ ലീ മഹ്ദൂബി വറജഅതു ബിദുനി ഉയൂബി മിൻ ഇൻദി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ റസൂലല്ലാഹി അജിർനാ യാ റസൂലല്ലാഹി അജിർനാ യാ റസൂലല്ലാഹി അജിർനാ അൽഗൗത റസൂലല്ലാഹ് അൽഗൗത റസൂലല്ലാഹ് അൽഗൗത റസൂലല്ലാഹ് അൽഗൗത റസൂലല്ലാഹ് അൻത ശംസുൻ അൻത ബദറുൻ أنت نور فوق نوري أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي أنت مصباح الصدور صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم يا حبيبي يا محمد يا عروس الخافقين يا حبيبي يا محمد يا عروس الخافقين يا صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم عبدك المسكين يرجو قولك الجم الغفير عبدك المسكين يرجو قولك الجم الغفير أحسنت يا بشير يا نذير صلى الله على محمد صلى الله عليه وسلم 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 طلع البدر علينا من ثنيات الوداع طلع البدر علينا من ثنيات الوداع وجب الشكر
സല്ലല്ലാഹു അലൈഹി വസല്ലം. صل وسلم وبارك عليه وعلى ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. പലതും കേട്ടും പലതിനും വേണ്ടി ഒച്ചയും പിടിയൊക്കെ ഉണ്ടാക്കി കൊലിപ്പിച്ച നമ്മൾ ഇപ്പൊ കുറച്ചു നേരം മുത്തുനബിക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിന്റെ ഹഖ് കൊണ്ട് ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസിന്റെ മഹത്വം കൊണ്ട് കഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. വേറെ മോശമായി ഏതെങ്കിലും കേട്ടുക്കണമെങ്കിൽ ഈ കേൾക്കുന്നതിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു പുറത്തു തരട്ടെ. മോശമായ വല്ലതും പറഞ്ഞെങ്കിൽ ഈ മദ്ഹിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു മാഫ് തരട്ടെ. മോശമായ വല്ലതിലും പങ്കെടുത്തെങ്കിൽ ഈ പങ്കെടുത്തതിന്റെ ഹഖ് കൊണ്ട് അല്ലാഹു പുറത്തു തരട്ടെ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇനി മുതൽ ഇങ്ങനത്തെ ലോകങ്ങളോട് നമുക്ക് അല്ലാഹു ഇഷ്ടമേറ്റി തരട്ടെ. ആമീൻ. ഇവിടെ അവൻ വിധിക്കും, നാം സഹിക്കും. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, എവിടെ അവൻ വിധിക്കും, നാം അത് സഹിക്കും. സഹിച്ചേ പറ്റൂ. അല്ലാഹു ക്ഷമ തരട്ടെ. അവിടെ ചെന്നാൽ നാം കുതിക്കും, അവനത് വിധിക്കും. ഇവിടെ നമുക്ക് ക്ഷമ നിർബന്ധമാണ്. തീർച്ചയായും ക്ഷമിച്ചേ പറ്റൂ. കടലിൽ നിന്ന് തിരിച്ചു വരുമ്പോ മത്സ്യവുമായി വന്നെങ്കിൽ, കരയിൽ വന്നത് വിറ്റ ശേഷം കേശ് ലഭിച്ചെങ്കിൽ, അതുമായി വീട്ടിൽ വന്ന് ആസ്വദിക്കാൻ അവന് കഴിഞ്ഞെങ്കിൽ, കടലിൽ പോകുമ്പോ ദുഃഖത്തിലായിരുന്നു. അത് മറക്കരുത്. തെങ്ങിൽ നിന്ന് തേങ്ങ ഇറക്കിയ ശേഷം അവനതിൽ നിന്ന് തേങ്ങ കിട്ടി. ഇന്നത്തെ തെങ്ങ് വലിക്കാർക്ക് 2 തേങ്ങ ഇട്ടാൽ 1 തേങ്ങ വനക്കാം. ആകെ 1 തേങ്ങ ഉണ്ടെങ്കിൽ അതോ കൊണ്ടുപോകും. പിന്നെ 20 റുപ്യ വേറെ ഉണ്ടെന്ന കേട്ട് അത് നമുക്ക് പിന്നെ പറയാം. ഏതായാലും കയറുന്നതൊരു സുഖമുള്ള ഏർപ്പാടല്ലാത്തതുകൊണ്ടാണല്ലോ ആളെ കിട്ടാത്തത്. കയറുന്നതും ഇറങ്ങുന്നതും അവനും വലിയ സുഖമുള്ള പരിപാടിയല്ല. സുഖമില്ല. കഴിയുമ്പോ സുഖമുണ്ട്. ദുഃഖം സുഖത്തിന്റെ മുന്നോടിയാണെങ്കിൽ, ഇറങ്ങാൻ സുഖമുണ്ടെങ്കിൽ കയറിയപ്പോ ദുഃഖിച്ചിട്ടുണ്ടാകും. ഉറപ്പാണ്. ദുഃഖം സുഖത്തിന്റെ തുടക്കമാണെങ്കിൽ ദുഃഖിക്കുന്നവന് ചിന്തിക്കാം, ഞാനൊരു സുഖത്തിലേക്കാണല്ലോ പോകുന്നത്. ദുഃഖം അനുഭവിക്കുന്നവൻ ആലോചിക്കുന്നത് ഒരു സുഖത്തിലേക്കാണല്ലോ ഞാൻ പോകുന്നത്. വിശക്കുന്നുണ്ട്, പക്ഷെ ഹോട്ടലിൽ പഠിത്തുന്നുണ്ട്. നിർത്തും, നല്ല ബിരിയാണി അടിക്കും. വിശപ്പ് ഉണ്ടെങ്കിലും വരാൻ പോകുന്ന ആ ഒരു സുഖം, വിശപ്പ് ഇങ്ങനെ കൂടുന്തോറും ഹരങ്ങനെ കൂടിക്കൂടി വരും. അതങ്ങനെയാണ്. വിശപ്പ് പോയാലേ നമുക്ക് ബിരിയാണി വേണ്ടാത്തതുള്ളൂ. വിശപ്പ് കൂടിയാൽ ടേസ്റ്റ് കൂടും, നമുക്കത് ഇഷ്ടമായി വരും. അപ്പൊ നമുക്ക് വരാനിരിക്കുന്ന നോമ്പ് തുറക്കും മുമ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ കുട്ടികളൊക്കെ ഇരിക്കണേ? അത് അപ്പൊ കിട്ടുമെന്നതിലൊക്കെ വരാനിരിക്കുന്ന സുഖത്തെ ചിന്തിക്കുന്നവനാ ബുദ്ധിജീവി. നാം ഇപ്പോൾ ഒരു വണ്ടിയിലുണ്ട്, ഇപ്പൊ AC ഇട്ടിട്ടുണ്ട്, ഇപ്പൊ നല്ല വീഡിയോയിൽ നല്ല സെറ്റപ്പ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പൊ അടിച്ച പൊള്ളി ഡാൻസ് നടക്കുന്നുണ്ട്. വണ്ടി ഇടിക്കും, ഉറപ്പ്. എന്നിട്ടും സുഖിക്കുന്നവൻ ബുദ്ധിജീവിയല്ല, വിഡ്ഢിയാണവൻ. അല്ലാഹു നമ്മെ കാക്കട്ടെ. ഈ യാത്ര അസ്തമിക്കും, ഖബറിന്റെ ഇരുട്ടിൽ ചെന്ന് കിടക്കും, ഉറപ്പ്, സംശയമില്ല. പക്ഷെ നമ്മൾ അടിച്ച് പൊളിക്കാൻ ഒരു മടിയുമില്ല. വരാനിരിക്കുന്ന ദുഃഖത്തെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതത്തിലെ സുഖം ബുദ്ധിജീവി നീക്കിവെക്കുകയാണ്. അന്തം കുറഞ്ഞവർ നമ്മൾ, ബുദ്ധി കുറഞ്ഞവർ നമ്മൾ. ഈ താൽക്കാലിക സുഖത്തിലേക്ക് വരാനിരിക്കുന്ന ദുഃഖത്തെ മറക്കുകയാണ്. അല്ലാഹു നമ്മെ കാക്കട്ടെ. അല്ലാഹു നമ്മെ കാക്കട്ടെ. അല്ലാഹു ബുദ്ധിയും ബോധവും നമുക്ക് ഏറ്റി തരട്ടെ. അല്പം നമുക്ക് ദുഃഖിച്ചാലും അല്പം വിഷമിച്ചാലും വരാനിരിക്കുന്ന സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ എക്കാലത്തിലും. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ
വീടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ, ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ എക്കാലത്തിലും. സ്വർഗം തരണേ അല്ലോ, അതിന് തടസ്സമാകുന്ന സുഖത്തിൽ നിന്ന് രക്ഷ തരണേ അല്ലോ. ശാശ്വതമായ സുഖം ഞങ്ങൾക്ക് അനുഭവിക്കണം അല്ലോ. നൈമിഷിക സുഖങ്ങൾ അതിന് തടസ്സമാകരുത് അല്ലോ. തൗബ തരണേ അല്ലോ, ഞങ്ങളെ നന്നാക്കണേ അല്ലോ. പോകുമ്പോഴും ആ വലിയ ആൾക്കാരൊന്ന് ബന്ധം ഉണ്ടായിക്കുന്നത് നല്ലതാ. എവിടേക്ക് പോകുമ്പോഴും ഒരു പരിചയം നല്ലതാ. പരിചയം ആഖിറത്തിൽ പോകുമ്പോ പരിചയപ്പെടാൻ ലോകത്തുള്ള ഒരേ ഒരു സൃഷ്ടി, തലവൊക്കാൻ അവകാശം റബ്ബ് കൊടുത്ത ഒരേ ഒരു സൃഷ്ടി മുഹമ്മദ് മുസ്തഫ. ഒരൊറ്റ സൃഷ്ടി പരിചയപ്പെടണം. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. പരിചയപ്പെട്ടിരിക്കണം, രക്ഷയില്ല. എല്ലാവരും മഹ്ശറയിലെത്തും. നമ്മളൊക്കെ ഉണ്ടവിടെ, നമ്മളൊക്കെ ഉണ്ട്. ഓരോരുത്തരും ഓരോ കോലത്തിലും ഓരോ ഭാവത്തിലും. അള്ളാഹു ഈ കൂടിയത് അവിടത്തെ പിറകിൽ നിൽക്കാൻ, ആ വരിയിൽ അണിനിരക്കാൻ കാരണമായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു ഇത് അതിന് കാരണമാക്കട്ടെ. ഇത് അള്ളാഹു അതിന് കാരണമാക്കട്ടെ. ഇത് അള്ളാഹു അതിന് കാരണമാക്കട്ടെ. അതോർക്കുക. മഹ്ശറയിലെ നൃത്തം ഒന്ന് ചിന്തിക്കപ്പോ തന്നെ. എന്നിട്ട് അവിടെ ഒരു നേതാവ് നിൽക്കുന്ന രംഗം ആലോചിക്കുക. മലക്കുകളും സർവ്വ അമ്പിയാക്കളും ഔലിയാക്കളും എല്ലാവരും നിറഞ്ഞ ആ മഹ്ശറയിൽ ഞാനും നീയുമുണ്ട്. തീർച്ച അവിടെ മുത്തുനബിയോട് ബന്ധമുള്ളവൻ രക്ഷപ്പെട്ടു. അള്ളാഹു നമുക്ക് ഈ സദസ്സതിന് കാരണമാക്കട്ടെ. എല്ലാവരും വളരെ ആത്മാർത്ഥതയും കുറച്ചു നേരം മുത്തുനബിയുടെ മുനാജാത്തിനായി ബന്ധപ്പെട്ട യാ അക്രമ നമുക്ക് കുറച്ച് ചൊല്ലി ചെറിയ ദുആണ്ടല്ലോ എന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് പിരിയാം. അള്ളാഹു ഇത്തരം സുഖങ്ങളും രസങ്ങളും ഒക്കെ നമുക്ക് ഏറ്റിത്തരട്ടെ. വീട്ടിലൊക്കെ പോയാലും കടയിൽ പോകുമ്പോഴും ഗൾഫിൽ പോകുമ്പോഴും ഇവിടെ പോകുമ്പോഴും നമ്മുടെ ഹരം മുത്തുനബി ആവട്ടെ. ഇത്തരം മദ്ഹുകളും സദസ്സുമായി മാറട്ടെ. അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മളെ കുട്ടികളുടെ കൽബിലൊക്കെ അള്ളാഹു ഇത് മാറ്റിക്കൊടുക്കട്ടെ. ഇത് ഹരമാക്കി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. ഇത് അള്ളാഹു ഏറ്റിത്തരട്ടെ. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق أكرم الخلق ما لمن أهله به سواك عند حلول الحديث حامل. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. رسول الله